അപ്പോഴേ ഇന്നത്തെ പരിപാടി ചക്ക കൊണ്ടുള്ള ഒരു കിടില ഐറ്റം. ചക്ക പഴുത്തതാണെന്ന് കരുതിയിട്ട് ഇട്ടതായിരുന്നു, പക്ഷേ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചക്ക മൂപ്പ് കുറവായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ടൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്ക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് സൈസാക്കി എടുക്കണം. കത്തിയിൽ ഇച്ചിരി എണ്ണ തരട്ടണം കേട്ടോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് അത് ഒട്ടിപ്പിടിച്ച് ആകെ നാശമാവും. അങ്ങനെ നമ്മൾ ചക്ക മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂർച്ചയുള്ള കത്തിയായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പരിപാടി നടക്കുന്നുണ്ട്. മറ്റേ നമ്മൾ വലിയ മുറ്റത്തേക്ക് എടുത്ത് വേണ്ടേ പൊടിക്കാൻ, അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം മൂർച്ചയുള്ള കത്തിയായതുകൊണ്ട് പിന്നെ വളരെ സിമ്പിളായിട്ട് മുറിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ അത് അത്രയൊന്നും മൂപ്പായില്ല. ഞാൻ ആ വലിപ്പം കണ്ടപ്പോഴേ വേഗം ഇട്ട് നോക്കിയതായിരുന്നു. നല്ല മുകളിലുള്ള ചക്കയായിരുന്നു. താഴെത്തിയപ്പോഴാണ് പിന്നെ അബദ്ധം മനസ്സിലായത്. അപ്പോൾ പിന്നെ എന്തായാലും ചക്കയല്ലേ, നമുക്ക് എന്തെന്നായാലും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ, പഴുത്ത മാത്രമല്ലല്ലോ. അങ്ങനെ പീസാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷം കംപ്ലീറ്റ് കൊത്തി അരിഞ്ഞ് ഇനി നേരെ കുക്കറിലേക്ക്. അതിൽ ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. ഇച്ചിരി തേങ്ങയും ചെറിയ ജീരകം, ചെറിയ ഉള്ളി, നമ്മുടെ നല്ല കാന്താരി, ഇതെല്ലാം ചേർത്ത് ചെറിയൊരു അരപ്പുണ്ടാക്കും. നമ്മുടെ കല്ലിലാണ് കേട്ടോ അരക്കുന്നത്. നമ്മുടെ സാധാ കല്ല് അമ്മിയിലിട്ടിട്ടാണ് അരക്കുന്നത്. അങ്ങനെ ആ അരപ്പും അതുപോലെ തന്നെ നമ്മുടെ ആ ചക്ക വേവിച്ചതും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി ഇനി അതൊന്ന് വറവിടണം. അതിലേക്ക് ചെറിയ ഉള്ളി, അതുപോലെ വറ്റൽമുളക്, ഇതൊക്കെ അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ വെച്ച് ഇച്ചിരി കടുകിട്ടു. പിന്നെ നമ്മുടെ റെഡിയാക്കി വെച്ച ഉള്ളിയും മുളകും കൂടി അങ്ങോട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുക. പച്ചമണം കൊണ്ട് മാറിക്കഴിഞ്ഞാൽ നേരെ അത് ആ കുക്കറിലേക്ക് കണ്ട് തട്ടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ അതിലേക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മുകളിൽ ബീഫ് കറി വെച്ചിട്ടുണ്ട്. കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. സംഭവം പൊളിയാട്ടോ, അടിപൊളി.